നമ്മൾ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും തന്നെ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത്. പുറത്ത് ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഒരു കുർത്തിക്ക് പാൻറ്റൊന്നും ഇല്ല കേട്ടോ, കുർത്തി മാത്രം വരുന്നത് 1500, 1650, 1450 ഒക്കെയാണ് ഈ ഒരു മോഡൽ കുർത്തിയുടെ പ്രൈസ് വരുന്നത്. പക്ഷേ നമ്മൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾക്കിത് 500ന്റെ താഴെ മാത്രമേ തുണിയാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഈ ഒരു തുണിക്ക് 150 രൂപയാണ് പെർ മീറ്റർ ആണ് കേട്ടോ. 3 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആകെ 450 രൂപ. പിന്നെ ഒരു ചെറിയ നൂല് വേണം, അത്രയും മാത്രം മതി. തയ്യൽ മെഷീനും വേണം, മോട്ടർ ഉള്ളതോ ഇല്ലാത്തതോ ഏതെങ്കിലും ആയാൽ മതി. തയ്ക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി കേട്ടോ. അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പ്രിന്റ് ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും കണ്ട് മറന്ന, അതായത് എല്ലാ കടകളിലും ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് ഇതുപോലത്തെ അത് എല്ലാ ഭാഗത്തും ഉണ്ട്. ഞാനിപ്പോൾ കുറേ നോക്കി ഇല്ലാത്ത ഭാഗത്തു നിന്നൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട്, പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതെന്തോ ഇതിന്റെ ഒരു ഫോൾട്ടാണ്. ഓക്കെ, ഒരു ആന ഇങ്ങനെ നിൽക്കുന്നതാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്ക് പാർട്ട്, അതിനുശേഷം ഫ്രണ്ട് പാർട്ട്. ഫസ്റ്റ് തന്നെ പറയാം, നമ്മൾക്കിത് ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഫസ്റ്റ് പാർട്ടിൽ കട്ടിങ്, സെക്കൻഡ് പാർട്ടിൽ സ്റ്റിച്ചിങ് എല്ലാം തന്നെ ഞാൻ കാണിക്കും കേട്ടോ. ഇങ്ങനെ ഇത് മാത്രം മതി അത് മാത്രം മതി എന്നല്ല. A to Z കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഈ ഒരു കുർത്തിയിൽ ചെയ്യാൻ പോകുന്നത്. എന്നാലും നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനപ്പോൾ ആദ്യമേ ഇതിൽ നിന്ന് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇങ്ങനെ ഒറ്റ ലെയർ ഇങ്ങനെ എടുത്തു. എന്നിട്ട് നേരെ രണ്ടാക്കി മടക്കി. ഇതിപ്പോൾ ഈ ആനയുടെ ഡിസൈൻ ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല. നമുക്ക് ലെങ്ത് അനുസരിച്ചിട്ട് അതിനെ കൂടെ തയ്യത്തുമ്പോൾ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് ഒരു പാർട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തങ്ങ് എടുക്കാൻ പോവാം. ആയിട്ട് തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തു. നമ്മൾക്കപ്പോൾ ലെങ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് ഇതിൽ ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, നല്ല ലെങ്ത് വെച്ചാലേ ഈ മോഡൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനപ്പോൾ ഇന്ന് 48 ഇഞ്ച്, സാധാരണ 44 കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാനിന്ന് 48 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ കൂടി തയ്യൽ തുമ്പ് ചേർത്തിട്ട് 50 ഇഞ്ച്. അതുകൊണ്ടാണ് ഞാൻ 3 മീറ്റർ മേടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് 2.5 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ 50 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഒരു പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതുപോലെ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. ഇനി വേണം നമുക്ക് ഈ ഡിസൈൻ, ഈ ആന തലകുത്തിയാണോ നേരെയാണോ വരുന്നതെന്ന് നോക്കാൻ. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഈ ഡിസൈൻ വരുന്നത്. നമ്മൾക്കിനി ഇവിടെ നിന്ന് നമ്മുടെ കറക്റ്റ് അളവ്, ഷോൾഡർ, ആൻഡ് ഹോള് എല്ലാം മാർക്ക് ചെയ്ത് ഈ എ ലൈൻ മോഡൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്താണ് എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ഷോൾഡർ, പിന്നെ ആം ഹോള്, ചെസ്റ്റ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എത്ര ഇഞ്ചാണോ ആം ഹോൾ ലെങ്ത് കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മളുടെ ഹിപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഓരോ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അളവെല്ലാം ഇതിലങ്ങോട്ട് ആയി കിട്ടും. ഓരോന്നോരോന്നെടുത്ത് ചെയ്യേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഫസ്റ്റ് കൊടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഞാനിന്ന് സ്മോൾ സൈസാണ് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് അളവ് 36 വരുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഷോൾഡറിൻ്റെ വീതി വരുന്നത് 7 ഇഞ്ചാണ്. സ്മോൾ സൈസിന് 7 ഇഞ്ചാണ് വരുന്നത്. തൊട്ട് താഴെയും നമുക്ക് 7 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ സ്കെയിലിന് ഇത് സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ ഈസിയാണ് കേട്ടോ. പിന്നെ ഇനി ചെസ്റ്റ് റൗണ്ട് 9 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അത് കഴിയുമ്പോൾ വേസ്റ്റ് വരുന്നത് 8 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടുത്തെ വണ്ണം വരുന്നത് 10 ഇഞ്ച് ഇല്ല, 9.5 ഇഞ്ചാണ് വരുന്നത്. പക്ഷേ എനിക്ക് അത്ര ഷേപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ 10ഉം 12ഉം ആണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ കൈക്ക് യോജിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് സ്കെയിലിന് യോജിപ്പിക്കാം. അപ്പം ഞാനിതുപോലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തേ. ഇത് നമ്മുടെ ബോഡി ഫിറ്റ്, ഇത് ലൂസ്. ഇനി ഈ ഭാഗം അത് ഞാൻ കൈക്ക് യോജിപ്പിക്കില്ല. ഞാൻ ഈ ഒരു സ്കെയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിയുമ്പോൾ നമ്മൾക്കിതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്കിതിൻ്റെ സെൻറ്റർ കിട്ടും. ഇനി ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാം. ഈ ഒരു കർവ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
കൈക്ക് വേണമെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ പെർഫെക്ഷൻ വലുതാണെങ്കിൽ നമ്മൾക്കത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കൈക്ക് വരക്കേ ഇല്ല കേട്ടോ. ഞാൻ കുറേ നാൾക്ക് മുന്നേ കൈക്കായിരുന്നു. ഇപ്പോൾ ഈ പാറ്റേണിൻ്റെ വർക്ക് തുടങ്ങിയതോടെ കുറേ പ്രാക്ടീസായി. ഈ സ്കെയിലും കാര്യങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ സ്കെയിൽ ഇല്ലാണ്ട് പറ്റാത്ത പോലെയായി. ഇനി നമുക്ക് ഈ 3 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്കെയിലിന് വേണമെങ്കിൽ സ്കെയിൽ എടുക്കാം. പക്ഷെ നമുക്ക് ഈ ഒരു അളവ് എത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു മാർക്കിങ് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. പിന്നെ അത് കഴിയുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം. കണ്ടോ, നല്ല സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടൂൾ മേടിച്ചാലും മതി കേട്ടോ. 1.5 മീറ്ററിൻ്റെ ആണ്. ഇതാണെങ്കിൽ നമ്മൾക്ക് ഒറ്റടിക്ക് തന്നെ ഇതെനിക്ക് എടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി അടിയിൽ ഷേപ്പ് ചെയ്യണ്ടേ? അടിയിൽ ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കൈക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ അത് അറിയാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഹിപ്പ് കർവ് മേടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒറ്റൊരു ലൈൻ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ളൊരു കത്രിക ഇല്ലെങ്കിൽ മേടിക്കുക. അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. കണ്ടോ, പഴം കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോകണം. എന്നാലേ നമ്മൾക്ക് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണൂ. അറ്റം വരെ ഒറ്റടിക്ക് ചെയ്തേ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ചെയ്തു. ഇനി ആ ഷേപ്പും കൂടെ, താഴത്തെ ആ ഷേപ്പും കൂടെ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാൻ എന്ത് രസമാണ്, ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. വേറൊന്നും അല്ല, കത്രിക നല്ലതില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് പണ്ട് കുറേ വർഷം മുന്നേ ഒരു പൊട്ട കത്രികയായിരുന്നു. ഞാനും നിങ്ങളെ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു. ഈ കത്രിക മേടിച്ചപ്പോഴല്ലേ വെറുതെ അല്ല എനിക്കിപ്പോൾ പറ്റുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ എയർലൈൻ പാറ്റേൺ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു. കത്രിക വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു എയർലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി നമ്മൾക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ച്, അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്നും 5 ഇഞ്ച്, 2 ലൈൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ടേപ്പ് എടുത്തിട്ട് ഒന്ന് ഈ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ ഈ അറ്റത്ത് വെക്കുക. സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുക. അത് കഴിയുമ്പോൾ ഇവിടെയും ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വലിയ സ്കെയിൽ ഉണ്ടാവില്ല, ചെറിയ സ്കെയിലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സ്കെയിൽ കൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ട് ഒരു ലൈൻ ഇവിടെയും വരച്ചു കൊടുക്കാം. അത് കഴിയുമ്പോൾ ഈ ഭാഗത്തേക്കും ഇങ്ങനെ ഒരു ലൈൻ യോജിപ്പിക്കുക. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കുറച്ച് ചരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടോ, കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ഒന്ന് മടക്കി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടേ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം തന്നെ ഇത് ആവശ്യമില്ല, ഇതങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിനി ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് തുണിയൊന്ന് മടക്കിയിടാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിനായിട്ട് ഞാൻ സെയിം 50 ഇഞ്ച് തന്നെ, നമ്മൾ ആദ്യമേ ബാക്ക് പാർട്ടിന് എത്രയാണോ എടുത്തത് അത് തന്നെ സെയിം ഫ്രണ്ട് പാർട്ടിന് എടുക്കുക. കാണിച്ചു തരാം കേട്ടോ. 50 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലോത്തിൽ നിന്നാണ് നമ്മൾ സ്ലീവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 3 മീറ്റർ മേടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിലും കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ മടക്കി വെച്ചില്ലേ, ബാക്ക് പാർട്ട് മടക്കി വെച്ചില്ലേ, അതിങ്ങനെ എടുക്കുക. ആ ഒരു ലെവല് 5 ഇഞ്ചിൻ്റെ ലെവല് ഒന്നും കൂടെ കറക്റ്റ് മടക്കി എടുക്കുക. ഇതിൻ്റെ മീതേക്കൊന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഈ 5 ഇഞ്ച് കുറച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. വെക്കുമ്പോൾ നമ്മൾ ഈ ഭാഗത്തു നിന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഈ 2 സൈഡിൽ ഇങ്ങനെ വരത്തക്ക രീതിക്ക്, ചെസ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ ഹിപ്പ് ഉണ്ടല്ലോ, ഈ ഹിപ്പ് കറക്റ്റ് ഇതിൻ്റെ അടിയിൽ തുണി ഉണ്ടോ നോക്കാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇതങ്ങിങ്ങനെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഏറ്റവും മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് താഴെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മളിതങ്ങ് കട്ട് ചെയ്ത് എടുക്കാൻ പോവാം. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറേ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വേണം കട്ട് ചെയ്യാൻ. ഇവിടെ മാത്രം മതി തയ്യൽ തുമ്പ്, ഇവിടെ തയ്യൽ തുമ്പ് വേണ്ട കേട്ടോ. ഇവിടെ നമ്മൾക്ക് ഇതേ അളവിൽ തന്നെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്.
അതായത് ഈ ഒരു മാർക്കിങ് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ആം റൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് തിരികെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണം ഈ ഒരു ആം റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഇങ്ങനെ അങ്ങ് ഉള്ളിലേക്കൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്തേ. എന്നിട്ട് ഈ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് അളവിൽ ഞാനിതൊക്കെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഏറ്റവും താഴെ വരെ ഇങ്ങനെ അങ്ങ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പാർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു വശം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ടിങ് നിർത്തി അറ്റത്തേക്ക് അങ്ങ് ഫുള്ളാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറച്ച് ക്ലോത്ത് കുറവുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിൽ നമ്മൾക്ക് ഇത്രയും ക്ലോത്ത് ഇല്ല, അത് നമ്മൾ സ്റ്റിച്ചിങ്ങിലായിരിക്കും ഇതെങ്ങനെയാണ് നമ്മൾ ഒപ്പിച്ച് എടുക്കാമെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നിവർത്തിയിട്ട് ഇതേപോലത്തെ 2 പാർട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വശവും തമ്മിൽ വെച്ച് വേണം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഈ 2 സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ ചെയ്യാൻ വേണ്ടി ഈ റൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് സ്ലീവ് ചെയ്യാം. ഞാനിതിൻ്റെ റൗണ്ട് നോക്കാൻ പോവാണ്. 1/2 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി വെക്കുക. ഷോൾഡറിന് പോകുന്ന ഭാഗമാണ്. അതിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് എത്ര ഇഞ്ചാണെന്ന് നോക്കുക. 9.5 ഇഞ്ചാണ് വണ്ണം കേട്ടോ. അപ്പോൾ നമുക്കിനി സ്ലീവ് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തു കേട്ടോ. മൊത്തത്തിൽ കൊടുക്കുന്ന സ്ലീവിന് ലെങ്ത്ത് കൊടുക്കുന്നത് ഒരു 17 ഇഞ്ചാണ്. ഞാനിപ്പോൾ ഇതിൽ 14 ഇഞ്ച് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കട്ടിങ് താഴെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ പൈപ്പിങ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ദാ ഇവിടെ 14 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ആ ഒരു ആം ഹോൾ, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്, 3.5 ഇഞ്ച് ആം ഹോള് കൊടുക്കുവാണ്. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നേരെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിവിടെ വണ്ണം മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ഞാൻ വണ്ണം മാർക്ക് ചെയ്യാൻ പോകുന്നത്. വണ്ണം വരുന്നത് 9.5 ഇഞ്ച്. ഇങ്ങോട്ടേക്ക് 7.5, 8.5, 9.5 2 ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം സ്ട്രെയിറ്റ് കൊടുക്കുക. ഇങ്ങോട്ടേക്ക് വേണം ആം ഹോള് ചരിച്ച് വരക്കാനായിട്ട്. അതായത് ഇതുപോലെ ഇങ്ങനെ വന്ന് നേരെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങ് ഒടിച്ച് ഇവിടേക്ക് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം. സ്ലീവ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ ചെറിയൊരു പീസ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. പൈപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ഫ്രണ്ടിലെ കുറച്ച് പാർട്ടും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഇത്രയും പീസ് ഉണ്ട് കേട്ടോ. നമുക്ക് നെക്കിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരും. ഇതിൽ നിന്ന് വല്ല തയ്യൽ തുമ്പൊന്നും നിങ്ങൾ അതായത് കട്ട് പീസ് ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. ഇനി ആ ഫ്രണ്ടിലെ പാർട്ട് ഒന്ന് എടുത്ത് വെക്കാം. ഫ്രണ്ടിലെ ബാലൻസ് വന്നിട്ടുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ സൈഡിൽ നിന്ന് എടുത്തില്ലേ, അതിൻ്റെ ബാലൻസ് പീസാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾക്ക് ചെറിയൊരു അളവ് നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് ഗ്യാദേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് 8 ഇഞ്ചിൻ്റെ യോക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ എടുത്തിരിക്കുന്ന ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് 48 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന അളവാണ് 40 ഇഞ്ച്. ഞാൻ എല്ലാം നല്ല വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് പോയിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എനിക്കിവിടെ വരുന്ന അളവാണ് 40 ഇഞ്ച്. ഈ 40-നെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണം. അപ്പോൾ 41 ഇഞ്ചിൽ നമ്മൾക്ക് ഈ ഒരു പീസിനെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റാം കേട്ടോ. ഒത്തിരി പാർട്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ആക്കി. ഈ ബാലൻസ് വന്നിട്ടുള്ളതാണ് നമുക്ക് മുകളിൽ കൊടുക്കേണ്ട യോക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഇറക്കം കൊടുത്താൽ എത്രയാ, 8 ഇഞ്ച്. അതിനെ കൂടെ ഒരു ഇഞ്ചും കൂടി ചേർത്തിട്ട് 9 ഇഞ്ച് നമ്മൾക്ക് ഇതിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ വിട്ട് മാത്രം നമ്മൾക്കൊന്ന് കുറച്ച് എടുത്താൽ മതി. ഒരു യോക്കിന് നമ്മൾക്ക് വിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തപ്പോൾ ഒരു 5 ഇഞ്ച് കുറച്ചായിരുന്നില്ലേ, 5 ഇഞ്ച് കുറച്ച് നമ്മൾ മടക്കി വെച്ചിട്ട് ചെയ്തില്ലേ, ആ 5 ഇഞ്ച് വേണം ഇവിടെ കൊടുക്കാൻ. അതിനെ കൂടെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 5.5 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ.
5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്ന അളവ്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റി എടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾക്കിപ്പോൾ ഇത് 11 ഇഞ്ച് ഉണ്ടാവും. 11 ഇഞ്ചിൻ്റെ ഒരു യോക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ടിങ് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമ്മൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാനല്, ഫ്രണ്ട് പാനല്, അതുപോലെ ഇതുപോലെ പല പല സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു. പിന്നെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തു. സ്റ്റിച്ചിങ്ങിൽ കറക്റ്റായിട്ടുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞ് ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഇട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തെ കോട്ടൻ്റെ കട്ടിയുള്ള തുണിയാണ് എടുക്കുന്നതെങ്കിൽ ലൈനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോറായി പോകും. അതുകൊണ്ട് ലൈനിങ് അവോയ്ഡ് ചെയ്യുക കേട്ടോ, കട്ടിയുള്ള കോട്ടണിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണാം.